അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒട്ടും എണ്ണ ചേർക്കാത്തതുണ്ട് ചിക്കൻ ഫ്രൈയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് പേര് അത് എങ്ങനെയാണെന്ന് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവരും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ സത്യം പറഞ്ഞാൽ അതിൻ്റെ റെസിപ്പി വീഡിയോ എടുക്കാൻ മറന്നുപോയായിരുന്നു കേട്ടോ. അപ്പോൾ ദേ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ എടുത്തതാണ് ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ. അപ്പം ഞാനിന്ന് കമ്പനി പോലും പോകാതെ നിന്ന് ലഞ്ച് സ്പെഷ്യൽ ഇങ്ങനെ ആക്കാമെന്ന് കരുതി. അപ്പം നോക്കിയാലോ. അപ്പം ദേ ഇന്ന് സ്പെഷ്യലായിട്ട് അപ്പോൾ ചിക്കൻ വെച്ചപ്പോഴത്തേക്കും ഞാൻ കരുതി ഇച്ചിരി റൈസും കൂടെ വെറുതെ ഇച്ചിരി മന്തിയാണെങ്കിൽ വെച്ചതാണ് കേട്ടോ. വേറെ ഒന്നും ഇട്ടിട്ടില്ല. മന്തിയാണോ പുലാവാണോന്നൊക്കെ കഴിച്ചിട്ട് പറയാം. പിന്നെ ഇതെല്ലാം വന്നപ്പോഴത്തേക്കും വീട്ടിൽ നിൽക്കുമ്പോൾ വാഴയില തിന്നണമെന്ന് ഇച്ചിരി പൂതിയാണല്ലോ. മാങ്ങാതെ ഇച്ചിരി നമ്മുടെ ഇവിടെ തന്നെ അച്ചാർ ഇട്ടാണ് കേട്ടോ. എൻ്റെ നാത്തൂൻ സ്പെഷ്യൽ അച്ചാറാണ്. കച്ചമ്പർ, പിന്നെ നമ്മുടെ ചിക്കൻ കാലും ഒരു 1-2 പീസും നല്ല ധൈര്യമായിട്ട് കഴിക്കാട്ടോ. കാര്യം ഇതിൽ യാതൊരുവിധ തരത്തിൽ എണ്ണയോ ഒരു തുള്ളി ഓയിലോ കാര്യങ്ങളോ ഒന്നും ചേർന്നിട്ടില്ല. അപ്പം ഞാൻ കരുതി എല്ലാവർക്കും കൂടെ കഴിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ എടുത്തതാണേ. ആ വീഡിയോ കഴിഞ്ഞ് എല്ലാവരും കഴിക്കാനായിട്ട് ഇങ്ങനെ സെറ്റാതെ നോക്കിയേ. നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ റെസിപ്പി ഞാൻ ഇന്ന് ഇടാം കേട്ടോ. കാര്യം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുത്തത് തന്നെ. അപ്പം എന്തായാലും നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആസ്വദിച്ച് ഭക്ഷണം കഴിക്കും. ഇതേ രീതിയിൽ ഈ റൈസ് ആണെങ്കിലും ഞാനൊരു തുള്ളി എണ്ണ പോലും ചേർക്കാതെ എടുത്തിരിക്കുന്ന സാധനമാണ്. അപ്പം അതെ ഡയറ്റിൽ എപ്പോഴും വെറൈറ്റി റെസിപ്പീസ് അല്ലേ. എൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഡയറ്റിനനുസരിച്ച് കൊണ്ടുപോകാന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഞാൻ മടുക്കാതെ ഇപ്പോഴും ഡയറ്റ് ഫോളോ ചെയ്ത് പോകുന്നത്. എന്തായാലും നല്ല അടിപൊളി നല്ല അടിപൊളിയായിട്ട് വെന്ത് നല്ല സെറ്റായ ചിക്കനാണ് കേട്ടോ. അതെ ഒരു തുള്ളി എണ്ണയില്ല, ഒരു തുള്ളി. റെസിപ്പി ഞാൻ ഇന്ന് ഇടാൻ മറക്കത്തില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് എടുത്തത്. അപ്പം നാത്തും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.